ഇതിന്റെ പേര് അഖിലേഷ് എന്നാണ്. ഇതിന്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഞാൻ ഇതുവരെ വ്ലോഗൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകുന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പ് പോകുന്നത് നേപ്പാളിലേക്കാണ്. സോ നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇന്ന് ട്രെയിന് കയറും. ഞാൻ ഫ്ലൈറ്റിലല്ല പോകുന്നത് ഗൈസ്. ഞാനപ്പോൾ കൊണ്ടുപോകുന്നത് ഇത് പുതപ്പ്, കമ്പിളി, ടവല്, എൻ്റെ സൺഗ്ലാസസ്, പിന്നെ ബീനി, കുറച്ച് മെഡിക്കേഷൻസ്, ജാക്കറ്റ്, ഇത് ചെറിയ ബാഗ്, എൻ്റെ പേഴ്സണൽ ഐറ്റംസ് കൊണ്ടുപോകാൻ. ഇത് നമ്മുടെ മെയിൻ ട്രെക്കിംഗ് സമയത്ത് യൂസ് ചെയ്യുന്ന ബാഗ്. ഇത് ഇവിടെ നിന്ന് എല്ലാം കൂടി പാക്ക് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇത്രയും പാൻസും ഷർട്ടും പിന്നെ കുറച്ച് ഇന്നറും സോക്സും കാര്യങ്ങളൊക്കെ. ഇത്രയാണ് നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാൻ. ഗൈസ് അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനവും ഈ ബാഗിൽ കയറ്റിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ബാഗുണ്ട്. സോ ഇനി നമ്മൾ തിരക്കിയാണ് ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. ബാക്കി വ്ലോഗിൽ വഴിയെ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് അതാണ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു ചായക്കടയുണ്ട്. ഈ പത്തിരി ഇത് എല്ലാം ബ്രോ ഒരു ഇത് ചായ കുടിച്ചിട്ട് നല്ല ചായ, ചൂട് ചായ. എങ്ങനെയുണ്ട് സാറേ? ഞാൻ നേപ്പാളിൽ പോയിട്ട് വരുമ്പോ എന്തോന്നും പറഞ്ഞു. ഒരു കൊച്ചിനെ കൊണ്ടുവാ, നേപ്പാളിക്കുട്ടി. എല്ലാരും പറഞ്ഞല്ലോ നേപ്പാളിൽ പോകുമ്പോ കൊച്ചിനെ കൊണ്ടുവരും. നല്ലത് നോക്കട്ടെ കഴിച്ചു. നേപ്പാളില് പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്. കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരും. ഗൈസ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗൈസ് നമ്മൾ പോകുന്ന ട്രെയിൻ അതാണ്. തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ. അത് പ്ലാറ്റ്ഫോം നമ്പർ 5. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അകത്തെത്തി. പ്ലാറ്റ്ഫോം നമ്പർ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ക്ലോസ്ഡ് ആണ്. ഇനി വാ. പ്ലാറ്റ്ഫോം 5 അതല്ലേ? അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 5. 5:15 നമ്മുടെ ട്രെയിൻ. ഗൈസ് നമ്മുടെ ട്രെയിൻ ഇതാ കിടക്കുന്നു. S3. എന്റെ കോച്ച് S3 ആണ്. S3 വന്നിറങ്ങുമ്പോ തന്നെ ആദ്യമേ എന്റെ കോച്ച് S3 5. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ആരും കയറിയിട്ടില്ല. ഞാനാണ് ഫസ്റ്റ്. ഇവിടെ സമയമുണ്ട് ഇനി ട്രെയിൻ എടുക്കാൻ. നമ്മൾ നേരത്തെ എത്തി. ഇപ്പൊ സമയം 5 മണി ആവുന്നേ ഉള്ളൂ. 5:15 ട്രെയിന്. ഓക്കെ, സ്ലീപ്പറാണ് ഗൈസ് കിട്ടിയത്. പറയുന്നില്ലേ, ഒരു കാര്യം ചെയ്യും. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വേറെ വീഡിയോസ്
തുടക്കല്ലേ നോക്കത്തേക്ക് നോക്കാം. പിന്നെ നീ എന്ത് ചെയ്താലും പുളിയല്ലേ. വേണമെങ്കിൽ അത് മാത്രം കണ്ടിരുന്നു. ആ മറ്റേ സംഭവം ഗൈസ്, ഈ ട്രെയിൻ പോകുന്നത് കോട്ടയം, എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂർ വഴി കറങ്ങിയാണ് പോകുന്നത് ചെന്നൈക്ക്. അതില് കാട്ട്പാടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങും. നാളെ രാവിലെ 7 മണിക്കുണ്ട്. ഓ എന്താ ഓ ഗൈസ്, അങ്ങനെ ട്രെയിൻ എടുത്തേക്കാണ്. നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പണിയായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ബിരിയാണി, ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നു. ബിരിയാണി ചൂടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. ചേട്ടാ വരട്ടെ, ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ ഒരു ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ചൂടുള്ളത്. എത്ര? ബിരിയാണിയുടെ കളർ ഇതിട്ട് കൊള്ളാം. സാധനക്കുണ്ട്, ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് പിന്നെ പോയി കിടന്നു. എന്നിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തും. കാട്ട്പാടി 7 മണിയാണ് ടൈം. ട്രെയിൻ ഡിലേ ആണെങ്കിൽ അതനുസരിച്ചിട്ട് നാളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ട്രെയിനിൽ വെച്ചൊരു ചേട്ടനെ പരിചയപ്പെട്ടു. നമ്മൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, നല്ലൊരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് സമയം പോയി. ഇപ്പോൾ ഇവിടെ സമയം എനിക്കൊന്ന് 1 മണിയാവാറായി. നൈറ്റ് 1 മണിയായി. പാലക്കാട് എത്തി. പാലക്കാട് ട്രെയിനെ പിടിച്ചിട്ടേക്ക് ഞാൻ പരിചയപ്പെട്ട ആ ചേട്ടൻ്റെ പേര് അനു എന്നാണ്. അനുമോന്ന് വിളിക്കും വീട്ടിൽ. നല്ലൊരു ചേട്ടൻ. കുറേ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ രസമുണ്ട്. ഗൈസ്, അനുമോൻ എന്ന് പറഞ്ഞ ചേട്ടൻ. ഈ ചേട്ടൻ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് കൊല്ലത്ത് വെച്ച് പരിചയപ്പെട്ട. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള ചേട്ടൻ, വീട് മനക്കാട്. ഇന്നിപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരുകയാണ്. ഈ കിടന്നുറങ്ങണം. സോ നെക്സ്റ്റ് ഡേ കാണാം.